പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി, അതായത് 1201 കർക്കിടക മാസം 24-ാം തീയതി. നാളെ കർക്കിടക മാസം 24-ാം തീയതി ഞായറാഴ്ചയാകും, രവിവാരം. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:18 അസ്തമയം വൈകിട്ട് 6:42 ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് അറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു. ഏകാദശി ഭഗവാൻ കൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന തിഥിയാണ്. അതിനാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏകാദശി തിഥിയായ നാളത്തെ ദിനം കൃഷ്ണന് വെണ്ണ നിവേദ്യം, തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം കൃഷ്ണ സങ്കേതത്തിൽ, കൃഷ്ണക്ഷേത്രത്തിൽ. നാളത്തെ തിഥി ഏകാദശിയാണ്, 11 മണി വരെ ഏകാദശിയാണ്. പിന്നീട് ദ്വാദശി തിഥി വരുന്നു. വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് തിഥി. ഏതാനും നാളുകൾക്കകം ഇതാ അമാവാസിയും സമാഗതമാകും. നമ്മുടെ കർക്കിടക മാസത്തിലെ അമാവാസിക്ക് വളരെ പ്രത്യേകതയുണ്ട്. നാം പിതൃബലി, പിതൃതർപ്പണങ്ങളൊക്കെ ചെയ്യുന്ന, പിതൃക്കൾക്ക് സായുജ്യ പൂർവം കർമ്മങ്ങൾ ചെയ്യുന്ന ദിനമാകുന്നു അമാവാസി. നാളത്തെ ഞായറാഴ്ചത്തെ നക്ഷത്രം കാലത്ത് മകേരി നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 2:30 വരെ മകേരി നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രം. മകേരം ഒരു ശുഭനക്ഷത്രമാണ്. രോഹിണിയും മകേര്യവും നാം ശുഭകാര്യങ്ങൾക്ക്, ചോറൂണിനും വിദ്യ പ്രദാനം ചെയ്യുവാനും മറ്റ് ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കുന്ന നക്ഷത്രമാണെന്നറിയണം. മൃഗശീർഷം എന്നാണ് മകേരി നക്ഷത്രത്തിൻ്റെ പേര്. നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ഇടവൻ രാശിയിലും അവസാനത്തെ 30 നാഴിക മിഥുൻ രാശിയിലുമാണ്. സ്ത്രീകൾക്ക് ഇടവൻ രാശി ഗുണവും പുരുഷന് മിഥുനൻ രാശി വളരെ ഉത്തമവുമാണ്. കലാരംഗവുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ മകേരം മിഥുനക്കൂറാണ് വളരെ നന്നാവുക. വളരെ റൊമാൻറ്റിക്കായി പ്രണയികളായിരിക്കും മകേരം മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ. പെട്ടെന്ന് എടുത്തു ചാടുക, പെട്ടെന്ന് പ്രണയത്തിലേക്ക് ചാടുക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെ മകേരം നക്ഷത്രക്കാർക്കുണ്ടാകും. കാരണം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയാണ്. പെട്ടെന്ന് BP, പ്രഷർ വരും ഇവർക്ക്. അതിനാൽ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും അപക്വമായിരിക്കാം. പെട്ടെന്ന് ചാടി തീരുമാനിക്കും. അതിൻ്റേതായ കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയും ചെയ്യും. പലപ്പോഴും സ്ത്രീ വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും മകേര്യം മിഥുനൻ രാശിക്കാരെന്ന് അറിയണം. നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന് പായസം, പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യും. നാളെ വളരെ ശുഭമായ ഒരു മുഹൂർത്തവും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാം. കാലത്ത് 11:15 മുതൽ 12:15 വരെയുള്ള സമയം. ആ സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. നാളെ 2:30 ശേഷം തിരുവാതിര നക്ഷത്രമായി. പിന്നീട് രാഹുവാണ് ഭരിക്കുന്നത്. തിരുവാതിര ശുഭനക്ഷത്രമല്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പക്ഷേത്ര ദർശനം നടത്തണം. അവിടെ സർപ്പബലി, ആയില്യപൂജ അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യണം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്നതാകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മന്ത്രം. കാലത്ത് സുബ്രഹ്മണ്യനാണ്. ഓം വജദ്ഭുവേ നമഃ. ഈ മന്ത്രങ്ങളാൽ മുഖരിതമാകട്ടെ നാളത്തെ ദിനം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.